നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവിടെ ഞാൻ തനി ഗാന്ധി മാർഗക്കാരനാ. അതുകൊണ്ടാ കത്തിയുടെ സ്ഥാനത്ത് കറി വിളമ്പാൻ തവിയെടുത്തത്. വിളമ്പിക്കോ. വിളമ്പുന്നതിനിടയിൽ തട്ടിക്കൊണ്ട് പോവാനുള്ള ഇരയെയും നോക്കി വെക്കാലോ. നാണവും മാനവും കെട്ട ജന്തു. എല്ലാം കഴിഞ്ഞു. പക്ഷേ അതെ, നമ്മളെ കുടുക്കി അവളെന്ന് അങ്ങനെ ഹണിമൂൺ ആഘോഷിക്കണ്ട. കല്യാണം കഴിഞ്ഞ ഉടൻ അവളെ പൊക്കണം. അത് ജീവനോടെ ആണെങ്കിലും അല്ല ശവമായിട്ടാണെങ്കിലും. അന്ന് അവൾ പിടിച്ചു കൊടുത്തവർക്കൊന്നും ഇതുവരെ ജാമ്യം പോലും കിട്ടിയിട്ടില്ല. അന്ന് അവൾ കോളേജിൽ നിന്ന് വാങ്ങിയ ധീരതയ്ക്കുള്ള അവാർഡ് ഇനി ഒരുത്തിന് വാങ്ങരുത്. ഇനി അവൾ അവാർഡ് വാങ്ങിക്കുമ്പോ മുട്ട് വിറക്കണം. അതെ, അവളുടെ നിമിഷങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് വരനും വധുവും പുറത്തേക്ക് ഇറങ്ങുമ്പോ അവളുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കണം. അത് നീ പറഞ്ഞത് ശരി തന്നെയാ. അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് വന്ദനയുടെ കല്യാണം മുടങ്ങിപ്പോയപ്പോ വലിയ സങ്കടമായിരുന്നു എനിക്ക്. പക്ഷേ വർഷയുടെ കല്യാണ ചടങ്ങ് കണ്ടപ്പോ ആ വിഷമം അങ്ങ് മാറി. വന്ദനെ കുറിച്ചുള്ള ആദി ഇപ്പോഴും ചന്ദ്രികയ്ക്കുണ്ട്. വിഷമിക്കല്ലേ ചന്ദ്രികെ. വിക്രം വലിയ മനസ്സുള്ളവനാ. നിങ്ങളുടെ കുടുംബത്തിൽ കെട്ടുദോഷം മാറാതെ ഒരു പെണ്ണൊറ്റത്തടിയായി നിൽക്കാൻ അയാൾ അനുവദിക്കില്ല. വന്ദനയ്ക്ക് പറ്റിയ ഭർത്താവിനെ അയാൾ കണ്ടെത്തിയിരിക്കും. ഇതുപോലെ പൊടി പൊടിയായി കല്യാണവും നടത്തിയിരിക്കും. നിന്റെ നാവ് പൊന്നായിരിക്കട്ടെ ജയലക്ഷ്മി. എന്താ മോളെ? എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഓ, ഞങ്ങള് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അമ്മേ, അത് ചന്ദ്രിക ഒന്ന് വന്നേ. മോളെ, നമുക്ക് പിന്നെ സംസാരിക്കാം. അല്ല അമ്മേ, അല്ല, സീറ്റ് ഉണ്ടല്ലോ, ഊണിരിക്കുന്നില്ലേ? അതിരിക്കേ. ഊട്ടം നടക്കുന്ന ഒരു മനുഷ്യൻ ഇന്ന് തല്ലാനും കൊല്ലാനൊന്നും ആരും കിട്ടിയില്ലേ?
ഇതിന്റെ സ്വന്തം അനിയത്തിയുടെ കല്യാണം നടക്കുന്ന സ്ഥലമല്ലേ? ഇവിടെ ഞാൻ തനി ഗാന്ധി മാർഗക്കാരനാ. അതുകൊണ്ടാ കത്തിയുടെ സ്ഥാനത്ത് കറി വിളമ്പാൻ തവിയെടുത്തത്. വിളമ്പിക്കോ. വിളമ്പുന്നതിനിടയില് തട്ടിക്കൊണ്ട് പോവാനുള്ള ഇരയെയും നോക്കി വെക്കാലോ. നാണവും മാനവും കെട്ട ജന്തു. ദൈവമേ, ഈ കഴിക്കുന്നത് കൊലച്ചോറാണെന്ന് അവൾ അറിയുന്നുണ്ടോ? വിക്രമിന്റെ തനിനിറം അച്ഛനെയും അമ്മയെ അറിയിക്കാൻ കഴിയുന്നില്ലല്ലോ. താലികെട്ട് കഴിഞ്ഞു. വർഷ വിക്രമിന്റെ സ്വന്തമായി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാ? ദൈവമേ, എന്റെ മോള് പോകുന്നത് നരകത്തിലേക്കാണല്ലോ. എന്നെക്കാളും ദോഷജാതകക്കാരിയാണോ എന്റെ അനിയത്തി? അതോ ഈ ചേച്ചിയുടെ ജാതക ദോഷം കൊണ്ട് എന്റെ അനിയത്തിക്ക് എങ്ങനെ വന്നതാണോ? വന്ദനമ്മേ, മോള് ഊണ് കഴിച്ചോ? ഞാൻ ഒറ്റയ്ക്ക് ഊണ് കഴിക്കാനോ? നല്ല കഥയായി. അമ്മയില്ലാതെ ഈ ദിയമോള് കഴിക്കില്ലല്ലോ. അങ്കിൾ, മോളെ, വേണ്ട മോളെ, വലിയ അടുപ്പൊന്നും കാണിക്കണ്ട. ഭിക്ഷക്കാരിൽ നിന്ന് രക്ഷിച്ചതിന്റെ നന്ദിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ പേരും പറഞ്ഞ് എന്റെ പിറകെ വരരുത്. എന്നെ ശല്യം ചെയ്യരുതെന്ന്. എനിക്ക് നിങ്ങളെ അറപ്പാണ്, വെറുപ്പാണ്. എനിക്ക് നിങ്ങളോട് ഒരു കടപ്പാടുമില്ല. എനിക്ക് ഇനി നിങ്ങളെ കാണണ്ട. അങ്കിളിനെ എന്തിനാ വേദനിപ്പിക്കുന്നത്? അങ്കിളിന് നല്ല സങ്കടമുണ്ട്. പാവം അങ്കിളല്ലേ. മിണ്ടരുത്. ഇനി കണ്ട ഒരു ചെങ്ങാത്തതിനും പോവരുത്. പറഞ്ഞേക്കാം. മനസ്സിലായോ നിനക്ക്? എന്താ നിന്റെ അമ്മ പറഞ്ഞ നീ കേക്കില്ലേ? നടക്ക്, വാ. മോളെ, അങ്ങളൊരു കാര്യം ചോദിക്കട്ടെ? അത് മോളുടെ ആരാ? അതെന്റെ അമ്മയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.